അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ പ്രമുഖരായ സ്റ്റീഫൻ മില്ലർ പറഞ്ഞിരിക്കുന്നത് റഷ്യയെ സഹായിക്കുന്ന രീതി, അതായത് ഉക്രൈനെതിരെയുള്ള റഷ്യൻ പോരാട്ടത്തിന് നേരിട്ടല്ലെങ്കിൽ പോലും അവരെ ഫണ്ട് നൽകി കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ അവരുടെ എണ്ണ വാങ്ങിക്കുന്നത് അത് റഷ്യക്ക് വലിയ ഗുണകരമായ കാര്യമാണ്, അത് നിർത്തിക്കൊള്ളണം എന്നൊരു താക്കീത് രൂപത്തിലുള്ള മറുപടിയാണ്. ഇത് കേട്ട് നരേന്ദ്രമോദി ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ തട്ടിവിടുന്ന അതേ ലാഘവത്തിൽ എടുക്കുന്ന നയങ്ങളോടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി പറയുന്നത് വിദേശകാര്യ നയങ്ങളിൽ ഇന്ത്യക്ക് സുതാര്യമായ നിലപാടാണുള്ളത്. അമേരിക്കയുടെ നടപടികൾക്ക് കീഴടങ്ങേണ്ട, വിധേയപ്പെടേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. നിലവിലെ സാമ്പത്തിക നില ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭദ്രമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും റഷ്യയെ തകർക്കാൻ അമേരിക്ക നടത്തുന്ന കുടില തന്ത്രങ്ങൾക്ക് ഒരു രീതിയിലും നമ്മുടെ രാജ്യം അതിന് സഹായകമാകുന്ന രീതിയിലേക്ക് പോകരുത്. നമുക്കറിയാം, റഷ്യയുടെയും ഇറാൻ്റെയും എണ്ണ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വലിയ തോതിൽ ആരാണോ, ഏത് രാജ്യമാണോ അത് വാങ്ങുന്നത് അത് തടയാനാണ് അമേരിക്കയുടെ നയങ്ങൾ. ചൈനയെ വിരട്ടി നോക്കി, ചൈന പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയോട്. ഈ പരിപാടിയൊന്നും ചൈനയുടെ കലത്തിൽ വേവില്ല എന്ന് നന്നായി ഡൊണാൾഡ് ട്രംപിന് അറിയാം. ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കുകയാണ്. ഇറാനെ ഭീഷണിപ്പെടുത്തി നേരത്തെ എങ്ങനെയാണോ പുതിയ ന്യൂക്ലിയർ ഡീലിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചത്, അത് വിഫലമായത്, അതുപോലെ ആയിരിക്കണം ഇതും എന്ന കൃത്യമായ ഒരു സന്ദേശം കൂടി ഇന്ത്യയിൽ പ്രതിപക്ഷം കൊടുക്കുകയാണ്. കാരണം ഒന്ന് നോക്കൂ, അമേരിക്ക ഇതിനു മുമ്പ് പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് 7th ഫ്ലീറ്റ് കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഇന്ത്യയെ സംഘർഷാവസ്ഥയിലാക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് സഹായിച്ച സോവിയറ്റ് യൂണിയനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. റഷ്യ എന്നത് ഇന്ത്യയുടെ ചിരകാല സുഹൃത്താണ്. അമേരിക്ക തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് സോവിയറ്റ്സിന് ഇത്രയധികം മുൻഗണന കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുമായി ഇത്രയധികം അടുപ്പം? ഞങ്ങളുമായിട്ടാണല്ലോ നിങ്ങൾക്ക് വ്യാപാര ബന്ധം കൂടുതലുള്ളത്, അവരെക്കാൾ വലിയ തോതിലാണല്ലോ ഞങ്ങളുമായിട്ടുള്ള ട്രേഡ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ട്രേഡ് നിർത്തലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ട കാര്യം നമ്മുടെ രാജ്യത്തിനില്ല. അമേരിക്കയുമായി ബന്ധപ്പെട്ട സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വരാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി നമുക്ക് നിക്ഷിപ്തമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, റഷ്യ ഉക്രൈൻ പോരാട്ടം അത് നീണ്ടു നിൽക്കുന്നതിന് കാരണം ഉക്രൈൻ നാറ്റോയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഉക്രൈനെ കൃത്യമായും അമേരിക്ക ഒരു താവളമാക്കി, അമേരിക്കൻ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് റഷ്യ ആക്രമിക്കാനുള്ള ഒരു താവളമാക്കി ഉക്രൈൻ്റെ പല മേഖലകളെയും മാറ്റാനുള്ള തീരുമാനം. ഇതിനെയെല്ലാം പൊളിച്ചെടുക്കാനാണ് റഷ്യ നിരന്തരമായി പോരാട്ടം നടത്തുന്നത്. അവർക്കൊരു കാര്യകാരണമുണ്ട്. വെറുതെ കയറി ഉക്രൈനെ ആക്രമിക്കുന്നതല്ല. നിലപാടുകളുടെ പേരിലാണ് റഷ്യ അന്തിമമായി താക്കീത് നൽകി ഉക്രൈനെതിരെ ഇത്തരത്തിൽ അസന്നിഗ്ധമായ പോരാട്ടം നടത്തുന്നത്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പല രാജ്യങ്ങളും തയ്യാറല്ല എന്നതുകൂടി വ്യക്തമാക്കേണ്ടതായുണ്ട്.